എന്റെ ഒരു മനസാക്ഷി പറയാണ്, വലിയ പേടിക്കുന്ന ഒരു രംഗമാണ് ഭക്ഷണം കൊണ്ടുള്ള കളിയാണ്, അല്ലെ? ഭക്ഷണങ്ങൾ ഹോട്ടലുകളിലായാലും കല്യാണങ്ങളിലായാലും ആഘോഷങ്ങളിലായാലും എന്തെന്നില്ലാത്ത ഐറ്റംസുകൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ മത്സരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് പൊതുവെ എല്ലായിടത്തും. എത്ര കൂലിപ്പണിയെടുക്കുന്ന ആളെ വീട്ടിൽ ഒരു ചെറിയ പരിപാടി നടക്കുമ്പോൾ ഒരു 10-12 ഐറ്റംസുകൾ ഉണ്ടാക്കി വെക്കുക. ആരാണ് ഈ സംസ്കാരം കൊണ്ടുവന്നത്? അല്ലാഹു അഅലം. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസിനോടുള്ള വിരോധം കൊണ്ടോ കിട്ടിയാൽ നമ്മളും നന്നായി കഴിക്കും, അൽഹംദുലില്ലാ, സന്തോഷം തന്നെ. പക്ഷേ പേടി വരുന്നത്, എന്റെയൊക്കെ വാപ്പാക്ക് ഒരു പറച്ചിലുണ്ടായിരുന്നു, അരി കയ്യ സ്ഥലത്ത് 1-2 അരികൾ ഇങ്ങനെ എറിഞ്ഞിട്ട് ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാവും. വാപ്പാക്കത് കണ്ട ദേഷ്യം പിടിക്കും. ഉപ്പ പറയും, നിങ്ങൾക്ക് ഈ അരിന്റെ വില അറിയില്ല, അറിയുന്നൊരു സമയം വരാനുണ്ട്. സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗായിരുന്നു. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മൾ കണ്ട ഫലസ്തീനിൽ നടന്ന സംഭവം, ഒരു ദിവസം ചുരുങ്ങിയത് 67 ആളുകൾ മരണപ്പെടുകയാണ്. എല്ലാരും ബോംബ് വർഷിച്ചിട്ടല്ല മരിക്കുന്നത്. പിന്നെയോ പട്ടിണി കിടന്നുകൊണ്ട്, വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ട് ബ്ലഡും കഴിഞ്ഞ് ചോര വരെ തൊണ്ടയിൽ വന്നിട്ട് മരണപ്പെട്ടു പോയ രംഗം നമ്മുടെ മുമ്പിൽ പച്ചയായി പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ കാലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചു പോകണം. നിങ്ങളെ മൊബൈൽ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എത്ര ആളുകളെ മൊബൈലിൽ ഫലസ്തീന്റെ വീഡിയോ വന്ന്. മനുഷ്യനെ അല്ലാഹു തആല അങ്ങ് പരീക്ഷിക്കാൻ തുടങ്ങിയാൽ അല്ലാഹ് പറയുന്ന കേട്ടോളി, ഈ വാക്ക് കേട്ടോളി, ഈ ഖുദ്സിയായ ഹദീസിനെ അല്ലാഹ് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. വഇല്ലം തർള ബിമാ ഖസംതു ലക്, ഞാൻ തന്നതിന് നീ പൊരുത്തപ്പെട്ടില്ല, നിനക്ക് അത്യാവശ്യം ഒരു മോളെ കല്യാണം കഴിക്കേണ്ട പൈസയും അല്ലെങ്കിൽ ഒരു വീട് വെക്കേണ്ട പൈസയും ഒക്കെ ഞാൻ നിനക്ക് നിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്ന്, നീ അത് മതിയാകാതെ ലോൺ എടുത്തു, പലിശക്ക് വാങ്ങി, എന്നിട്ട് നീ മത്സരിച്ച് നാട്ടിലെ വലിയ വലിയ പണക്കാർ ആർഭാടങ്ങളോടെ ചെയ്യുന്ന അതേ രൂപത്തിൽ നിന്റെ മകളുടെ ബർത്ത്ഡേ നീ ആഘോഷിച്ച്, കാതുകുത്തല് നീ ആഘോഷിച്ചു, കടം വാങ്ങി പലിശക്ക് വാങ്ങിയിട്ട് നീ കല്യാണം നടത്തി. എന്നിട്ട് നീ ആ കല്യാണത്തിന്റെ പേരിൽ മൈലാഞ്ചി കല്യാണം, പച്ച കല്യാണം, മഞ്ഞ കല്യാണം, തോന്നിവാസങ്ങൾ നടത്തി. അവസാനം എന്ത് സംഭവിച്ചു എന്നറിയോ? അല്ലാഹ് പറയാണ്, സ്വല്ലതലൈക ദുനിയ, ഞാൻ നിന്നെ കഴിച്ചു വിടും, ഞാൻ നിനക്ക് ഇങ്ങനെ ദുനിയാവപ്പ തരും. ഭയങ്കര സ്റ്റാറ്റസ് വെച്ചപ്പോ ലൈക്ക് ഭയങ്കരം ഭയങ്കരം ഭയങ്കര എല്ലാരും പറയും. ഏതുവരെ എന്നറിയോ? നീ ചാടി ചാടി പോകും. ഞാൻ തന്നതിലപ്പുറത്തല്ലേ ഈ ചാട്ടം, അല്ലെ? നീ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ നിനക്ക് കണ്ടിട്ടുണ്ടോ ഒരു കാട്ടു പശുക്കുട്ടി? ഒരു കാട്ടിൽ നിന്ന് വന്നൊരു പശുക്കുട്ടി ചാടുകയാണ്, ആളുകൾക്കിടയിൽ പെട്ടുപോയി. അതിങ്ങനെ ചാടി ചാടി സമുദ്രത്തിന്റെ കരയിലേക്ക് എത്തിയാൽ കടപ്പുറത്ത് പെട്ട ഒരു കാട്ടു പശുക്കുട്ടിയെ പോലെ ആയിരിക്കും നീ അവസാനം ചാടാൻ പിന്നെ നിനക്ക് സ്ഥലമില്ല. അപ്പോഴാണ് നിന്നെ ഒരു പിടുത്തം പിടിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെ ഖുതുബയിൽ നിങ്ങൾ കേട്ടോന്നറിയില്ല, ഞാൻ എരുമാട് റൂസിന്റെ സമാപന വേദിയിൽ എരുമാട് പള്ളിയിലെ ഖുതുബയിൽ കേട്ട ആയത്ത്, നമ്മളൊക്കെ ഓതുന്ന ആയത്താണ്. ഫഇദാ ജാഅത്തിത് ത്വാമ്മത്തുൽ കുബ്റാ, ആ വലിയ പിടുത്തം അല്ലാഹു തആല അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ മോനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഒരു മന്ത്രിക്കും പറ്റൂല, ഒരു ഡോക്ടർക്കും പറ്റൂല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്ത് മജ്ലിസിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കാൻ അർഹതപ്പെട്ടവനല്ല. അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെട്ടിട്ട് ഹലാലായ മാർഗത്തിലൂടെ ജീവിക്കാനും ആ മാർഗത്തിലൂടെ മക്കളെ വളർത്താനും നല്ല ബോധത്തോടെ ജീവിക്കാനും മുസ്ലിമീങ്ങളെ നമ്മൾ തയ്യാറാവാത്ത പക്ഷം നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ അതാ വഅന്ത മദ്മൂമുൻ ഇൻദീ, നീ അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിൽ നീ എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലോ, എത്ര നല്ല കൊട്ടാരത്തിൽ നീ താമസിക്കുന്നവനാണെങ്കിലോ, ഏത് നല്ല വാഹനത്തിൽ നീ സഞ്ചരിക്കുന്നവനാണെങ്കിലോ, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ അടുത്ത് നീ ആക്ഷേപിക്കപ്പെട്ടവനാണ്. ഒരു
വിലയും അള്ളാന്റെ അടുത്തുണ്ടാകൂല. അതുകൊണ്ട് എന്തു വേണമെന്നറിയോ? നല്ല ബോധത്തോടെ ഒരിക്കലും തന്നെ പിശാചിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകാതെ ഒരു വിഷയത്തിലും അമിതമായി ചെലവഴിക്കാതെ മിതമായി ചെലവഴിച്ച് കുടിക്കുന്ന വെള്ളത്തിന് വരെ യുദ്ധം ചെയ്യുന്നൊരു കാലം ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ വീട്ടിലെ ബോറ് പറ്റിയിട്ടില്ല, എന്റെ വീട്ടിലെ കിണർ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് അഹങ്കരിക്കണ്ട. ഏത് നിമിഷവും വെള്ളത്തിനു വേണ്ടി അതാ യുദ്ധം ചെയ്യുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അതാ നമ്മുടെ സാമൂഹിക സന്നദ്ധ പ്രവർത്തകന്മാർ നമ്മളെ നാടുകളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ടെമ്പോ വാഹനത്തിൽ ബാനർ വെച്ചിട്ട് പഞ്ചായത്തിന്റെ വകയായി, അതുപോലെ സാമൂഹിക പ്രവർത്തകരുടെ വകയായി, ചില സംഘടനക്കാരുടെ വകയായി കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കാറുണ്ട്. ചോദിച്ചു നോക്കൂ, ഓരോ വീട്ടിന്റെ മുമ്പിൽ അവരെ വാഹനം എത്തുമ്പോ അടിയുണ്ടാക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. എവിടെ? ശ്രീലങ്കയിലല്ല, അമേരിക്കയിലല്ല, സോമാലിയയിലല്ല, അഫ്ഗാനിസ്ഥാനിലല്ല, നമ്മുടെ കേരളത്തിലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. ഞാൻ ആലമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് ഈ നമ്മുടെ പ്രദേശത്തേക്ക് മൗലിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ 3 ലോറി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുടിവെള്ളം വിതരണം ചെയ്യുന്ന ലോറിയാണ്. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതാ ഈ കഴിഞ്ഞ വർഷം, എന്റെ ഓർമ്മയോ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലയിൽ ഈ വാഹനം അതാ ഒരു കുറച്ച് വീട്ടിന്റെ ഭാഗത്തേക്ക് വെള്ളവുമായി പോയപ്പോ അവിടെ നീണ്ട അടി നടന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഖിയാമത്ത് നാളിന്റെ വിളിയാളമാണ്. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, ധിക്കാരം വേണ്ട, ആർഭാടം വേണ്ട. സുബ്ഹാനല്ലാഹ്, വലിയ ബേജാറുണ്ട് ഉമ്മമാരെ. നിങ്ങൾക്ക് നിങ്ങളെ കല്യാണങ്ങളും നിങ്ങളുടെ ആഘോഷങ്ങളും നിങ്ങളെ മക്കളെ ബർത്ത്ഡേയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റാഹത്തായി നടത്തുന്നതിന് ഉസ്താദിനൊരു അസൂയവുമില്ല. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വകയില്ലാതെ, അതാ കുടിക്കാനുള്ള വെള്ളം കിട്ടാതെ കരയുന്ന എത്രയെത്ര ആളുകളുണ്ട്. അവരെ ഓർക്കുമ്പോ ബേജാറാകുന്നു. അല്ലാഹ് തന്ന നിഅമത്തിലും മതിമറക്കല്ല. ഇടക്കിടക്കുന്ന ഖബർസ്ഥാനി ഒന്ന് ആലോചിക്കൂ. എത്ര ആളുകളാണ് അവർ ഏത് നിലക്ക് ജീവിച്ചവരോ. അവരൊക്കെ ഇന്ന് വിശ്രമിക്കുന്ന സ്ഥലം എവിടെയാണ്? ഏത് നിമിഷത്തിലാണ്? അല്ലാഹുവേ, ആ പള്ളിയുടെ മൂലയിൽ അതാ ഒരുക്കി വെച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ എന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് വരിക. ഇവിടെ പ്രസംഗിക്കുന്ന ജൗഹരിയുടെ വീട്ടിലേക്ക് നാളെ ആ മയ്യത്ത് കട്ടിൽ വരൂല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല.